إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم വിശുദ്ധ കഅബാലയത്തിന് 4 മൂലകളാണുള്ളത്. ആ 4 മൂലകൾക്കും നിർണിതമായ നിശ്ചയിക്കപ്പെട്ട 4 പേരുകളുണ്ട്. ആദ്യമായി നാം സമീപിക്കുന്നത് ഹജറുൽ അസ്വദിന്റെ നേർക്ക. ഈ മൂലയുടെ പേരാണ് റുക്നുൽ ഹജറുൽ അസ്വദ്. ഹജറുൽ അസ്വദിന്റെ പേര് തന്നെയാണ് ആ മൂലക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഇത് കഅബയുടെ കിഴക്ക് ഭാഗത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനുശേഷം കഅബയുടെ വാതിലും കഴിഞ്ഞ് നമുക്ക് ലഭിക്കുന്ന മൂല, അതായത് വടക്ക് ഭാഗത്തുള്ള മൂല, ആ മൂലയുടെ പേര് റുക്നുൽ ഇറാഖി എന്നാണ്. ഇറാഖ് ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുന്നു കൊണ്ടാണ് ആ പേര് ലഭിക്കാൻ കാരണം. ശേഷം നമുക്കൊരു വളച്ച് കെട്ട് കാണാൻ സാധിക്കും. ഹത്തീം എന്ന പേരിലും ഹിജർ ഇസ്മായിൽ എന്ന പേരിലും അറിയപ്പെടുന്ന ആ ഒരു വളച്ചുകെട്ട്. അതിനുശേഷം നമുക്ക് ലഭിക്കുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള മൂല, അതിന്റെ പേരാണ് റുക്നു ഷാമി എന്നാണ് അതറിയപ്പെടുന്നത്. ഷാമിന്റെ നേർക്കുള്ള മൂലയായതുകൊണ്ട് സ്വാഭാവികമായും ആ പേര് ലഭിച്ചു. അതിനുശേഷമുള്ള അവസാനത്തെ മൂല, തെക്ക് ഭാഗത്തുള്ള മൂല, അതിന്റെ പേരാണ് റുക്നുൽ യമാനി. യമൻ ഭാഗത്തേക്കാണ് ആ മൂലയുള്ളത്, അതിനാൽ ആ പേര് ലഭിച്ചു. അതിനുശേഷം നാം വീണ്ടും ഹജറുൽ അസ്വദിലേക്ക് തന്നെ ചെന്ന് ചേരുകയാണ്. ഇങ്ങനെ ഈ കഅബാലയത്തിന്റെ വിശുദ്ധ കഅബയുടെ ലോക മുസ്ലിമീങ്ങളൊക്കെ കിബിലയായി നമസ്കാരത്തിൽ അംഗീകരിച്ച് അതിന് നേർക്ക് തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്ന ആ കഅബാലയത്തിന്റെ 4 നിർണയിക്കപ്പെട്ട പേരുകളാണ് ഉള്ളത്. ഇതൊക്കെ അറിഞ്ഞിരിക്കൽ ആവശ്യമാണ്. അത് നമുക്ക് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.